വിചാരിക്കണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോണത്. എന്തിനെ കുറിച്ചിട്ടാണെന്നല്ലേ, ഹെയർ സിറംസ്. നിങ്ങളിൽ പലവർക്കും സംശയമുള്ളതായിരിക്കും ഹെയർ സിറത്തിനെ കുറിച്ചിട്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ സിറംസ് അത്ര കണ്ട് കോമൺ അല്ല, എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ ഹെയർ സിറം എന്ന് കേട്ടിട്ടുണ്ട്, അത് യൂസ് ചെയ്യാവോ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ള ഒരു കൺസേൺ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഹെയർ സിറംസ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. അത് ഒരുപാട് ഹെയർ സിറംസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നല്ല ഹെയർ സിറംസ് ഏതൊക്കെയാണ്, ഹെയർ സിറം എന്താണ്, ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ ഉള്ള സൈഡ് എഫക്ട്സ്, ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്യൂട്ടി വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്സും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈക്സിനനുസരിച്ചാണ് ഞാൻ വീഡിയോസിന് എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ഹെയർ സിറം? ഹെയർ സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഹെയർ കെയർ റൂട്ടീനകത്ത് നമ്മൾ എക്സ്ട്രാ കെയർ എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഹെയർ സിറം എന്ന് പറയുക. ഹെയർ സിറം നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടീനെ ഒന്ന് സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും അതുപോലെ മാനേജബിൾ ആക്കാനും ഒന്ന് ഫ്രിസ് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ സിറം. ആ ഹെയർ സിറം നമ്മൾ മുടിയുടെ ഈ സ്ട്രാൻഡ്സിലോട്ടാണ് യൂസ് ചെയ്യുക, താഴ്ഭാഗത്തോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് ഹെയർ സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിക്ക് സ്കാൽപ്പിലോട്ട് വേണ്ടിയിട്ട് കൊടുക്കുന്ന കെയർ, എക്സ്ട്രാ കെയർ നമ്മൾ സ്കാൽപ്പിൽ കൊടുക്കുകയാണ്. മറ്റേന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കെയർ നമ്മുടെ സ്ട്രാൻഡ്സിലോട്ട് കൊടുക്കുകയാണ്. അതായത് സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടുള്ളത്, അതായത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സിറംസ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, സ്കാൽപ്പ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സിറംസ്. അങ്ങനെയുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ പ്രോബ്ലം നമ്മുടെ സ്കാൽപ്പിലുണ്ടെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ് ആ ഒരു സെക്കൻഡ് കാറ്റഗറി ഓഫ് ഹെയർ സിറം. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത്. ഈ ഫസ്റ്റ് കാറ്റഗറി നമ്മുടെ മുടി ഒന്ന് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മാനേജബിൾ ആക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആ കേൾസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കളർ ചെയ്തിട്ടുള്ള ഹെയർ ആണെങ്കിൽ ആ കളർ പോവാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ, നിങ്ങൾക്ക് മുടിയിൽ ഇപ്പോൾ ഹീറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിറംസ്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് സിറംസ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് രണ്ടും നിങ്ങൾ മാറിപ്പോയത്. അതായത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സിറം താഴത്തോട്ടിട്ടാൽ നമുക്കൊരു ഗുണം ഉണ്ടാവില്ല, അതുപോലെ മുടി സ്മൂത്തനാക്കാനുള്ള സിറം നമ്മൾ സ്കാൽപ്പിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നല്ല. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകാൻ വഴിയൊന്നും രണ്ട് സിറംസ്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ സിറംസ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഹെയർ സിറംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ളത് നോക്കാം. നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ നമ്മുടെ സ്കിന്നിലും ഹെയറിലൊക്കെ വർക്ക് ചെയ്യണേ എന്നുള്ളത് അറിയണ്ടേ. ഈ ഹെയർ സിറംസിൽ ഓൾമോസ്റ്റ് എല്ലാ ഹെയർ സിറംസിലും ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് സിലിക്കോൺസ്. ഈ സിലിക്കോൺ നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പമ്പ് ചെയ്ത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യില്ലേ, അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഈ ഓരോ സ്ട്രാൻഡ്സിൽ, അതായത് ഈ ഓരോ മുടി നാരുകളിൽ, ഈ ഓരോ മുടി നാരിലും അതിങ്ങനെ കോട്ടാവും. അതായത് നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ കോട്ടാവും. കോട്ടായി കഴിയുമ്പോഴേക്കും ഈച്ച് നമ്മുടെ എല്ലാ മുടീനെ അത് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ മുടിയിൽ ഇങ്ങനെ ഒരു ലെയർ ഫോം ചെയ്യും. ഈ സിലിക്കോൺ ലെയർ ഫോം ചെയ്തിട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു തിളക്കം നമ്മുടെ മുടിയിലുള്ള പോലെ തോന്നുന്നത്. പിന്നെ ഫ്രിസ് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഓരോ മുടിയിൽ ഇത് കോട്ടാവെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് തമ്മിൽ മുട്ടില്ല. അതായത് തമ്മിൽ മുട്ടിയാലും കെട്ടുപിടയാതെ ഇങ്ങനെ സ്മൂത്തായിട്ട് അങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഇത് ഫ്രിസിനെസ്സിനെ ഒന്ന് ഒതുക്കാനും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ മുടിയിൽ ഉള്ള ആ ഒരു മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു എബിലിറ്റി കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുടി ചെറിയ ഒരു നനവോട് കൂടിയിട്ട് സിറംസ് ഇടണം എന്ന് എല്ലാവരും പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുടിയിൽ ആ ഒരു മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് നിർത്തും. അപ്പോൾ ഇങ്ങനെ മുടി ഒത്തിരി പറന്ന് അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ട് പോകില്ല, ഒന്ന് ഒതുങ്ങി നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ഒതുങ്ങി നിൽക്കുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ല കേട്ടോ, ഇത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതല്ലാതെ ബാക്കി അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാകും, പക്ഷേ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി അടുത്ത നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു സംശയമായിരിക്കും, ഹെയർ സിറംസ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നുള്ളത്. ഇപ്പോൾ ഹെയർ സിറം യൂസ് ചെയ്യുമ്പോഴേക്കും സിലിക്കോൺസ് ഒരുപാട് നമ്മളുടെ മുടിയിൽ, ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഹെയർ സിറം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ സിലിക്കോൺസില്ലേ, ഇത് നമ്മുടെ മുടിയിൽ ഓവറായിട്ട് കോട്ടാവും. അതായത് ഇന്ന് നമ്മളിട്ട് അതങ്ങനെ കോട്ടായി, ഇത് നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോകത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും പിന്നെയും നമ്മൾ ഇടുമ്പോൾ പിന്നെയും ഒരു ഇതാവും. അതാണ് ചിലവർ പറയില്ല. എനിക്ക് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ ലോറിയലിൻ്റെ സെറും യൂസ് ചെയ്തിട്ട് മുടിയുടെ ടെക്സ്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മാറി, അതായത് നല്ല രീതിയിൽ നന്നായിട്ട് സോഫ്റ്റായി സ്മൂത്തായി എന്നൊക്കെ. അത് ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും ഇത് സിലിക്കോൺ നമ്മളുടെ മുടിയിൽ ഇരിക്കുകയാണ്, മുടിയിൽ ഇരുന്നത് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ കോട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിത് ഇങ്ങനെ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് പോവാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മുടി അങ്ങനെ ഇരുന്ന് മുടിയിൽ ബിൽഡപ്പ് ആവാൻ തുടങ്ങും. അതായത് ഒരുപാട്
ഇതൊന്നിൻ്റെ പുറമെ ഒന്നെന്ന രീതിയിൽ അങ്ങനെ കോട്ടായി നിൽക്കുമ്പോൾ നമ്മളുടെ അകത്തുള്ള നമ്മുടെ ഒറിജിനൽ മുടിയില്ലേ, ആ ഒറിജിനൽ മുടിയിലോട്ട് വേണ്ട ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അതിന് ആ ഒരു മോയ്സ്ചർ അത്രയും ഉണ്ടാവില്ല. ആ ഉള്ള മോയ്സ്ചറിനെ തന്നെയല്ലേ ഇത് ലോക്ക് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഒത്തിരി നാൾ ഒരുപാട് കണ്ടിന്യൂസ്ലി നിങ്ങൾ സിറം യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല. പക്ഷെ ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നമില്ലാത്ത ആളുകളുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ സ്കിന്നും ഹെയറും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് വർക്ക് ചെയ്യണ പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യാണ്, ഇല്ലെങ്കിൽ ഞാൻ മുടിയുമ്പോൾ സിറം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ എനിക്ക് മുടി ഹെയർ ഫോൾ ആവാൻ തുടങ്ങും. മുടി ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അത് ഓരോരുത്തരുടെ മുടിക്കനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആണ്. ചിലവർ എല്ലാ ദിവസവും മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന ആളുകളൊന്നും പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരുടെ മുടിക്കത് പറ്റുമായിരിക്കും. ഓരോരുത്തർക്ക് വ്യത്യാസമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. എനിക്ക് പേഴ്സണലി ഞാൻ കണ്ടിന്യൂസ്ലി എനിക്ക് ഹെയർ സിറംസ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് അത്ര സൂട്ടാവാറില്ല. ഞാൻ അങ്ങനെ ഓൾട്ടർനേറ്റീവിലും ഇല്ല, ആഴ്ചയിൽ 2 തവണയോ അങ്ങനെ ഹെയർ വാഷ് ചെയ്യുമ്പോഴേക്കും അത്രയും എനിക്ക് മുടി ഒന്ന് സോഫ്റ്റ് ആക്കി നിർത്തണം, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പരിപാടിയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സിറംസ് യൂസ് ചെയ്തു പോയി ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സൾഫേറ്റ് ഉള്ള ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ സ്ട്രാൻഡ്സ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ ഈ സൾഫേറ്റ് ഉള്ള ഷാമ്പു യൂസ് ചെയ്യാൻ പറയണത് പെട്ടെന്ന് ഈ സിലിക്കോൺസ് ഒക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളല്ലാത്ത ഇപ്പോൾ നമ്മൾ മിക്ക ആളുകളും ഇങ്ങനെ സൾഫേറ്റ് ഫ്രീ, അതുപോലെ പാരബൻ, അങ്ങനത്തെ എല്ലാം ഫ്രീ ഷാമ്പൂസ് അല്ലേ യൂസ് ചെയ്യുക. പാരബൻ ഫ്രീ യൂസ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ സൾഫേറ്റ് ഫ്രീ യൂസ് ചെയ്യുമ്പോഴേക്കും ഇടയ്ക്കെങ്കിലും യൂസ് ചെയ്യുക, എങ്കിൽ മാത്രമേ മുടിയിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പോകുള്ളൂ. ഇതൊന്നുമില്ലാത്ത ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ജെൻറ്റിലാണ്. നമ്മളുടെ സ്കാൽപ്പിനും മുടിക്കും ഡ്രൈ ആവാതിരിക്കാൻ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുമ്പോൾ ഒരിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ സൾഫേറ്റ് ഉള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുക. അപ്പോഴേക്കും മുടിയിൽ നിന്ന് ആ ഒരു ഇട്ടിട്ടുള്ള സിറംസിൻ്റെ ഫുള്ളായിട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് മുടി ഒന്ന് ഹെയർ കെയർ എന്തെങ്കിലും മാസ്ക് ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് ഹെൽത്തി ആക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ സിറംസ് മേടിക്കുമ്പോഴേക്കും സിറം 2 രീതിയിൽ, കംപ്ലീറ്റ്ലി നമുക്കിങ്ങനെ കെമിക്കൽ രീതിയിലുള്ള കെമിക്കൽസ് എന്ന് പറയാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി നമ്മുടെ മുടീനെ നന്നാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഹെർബൽ രീതിയിലുള്ളതുണ്ട്. അതായത് കുറച്ച് നമ്മുടെ മുടി ആ ഹെർബൽ രീതിയിലുള്ള സിറംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരുപാട് അങ്ങോട്ട് ഒതുങ്ങിയിരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഒത്തിരി ദോഷം നമുക്ക് മുടിക്ക് ഉണ്ടാവില്ല. മറ്റേ ടൈപ്പ് ഓഫ് സിറംസ് യൂസ് ചെയ്യണ പോലത്തെ ഒരുപാട് നമുക്ക് മുടിക്ക് ആ ഒരു ശ്വാസം മുട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടാവില്ല. കുറച്ചും കൂടി നമ്മുടെ മുടിക്ക് നല്ലതായിരിക്കും ഇങ്ങനെ ഹെർബൽ രീതിയിലുള്ള, ഇപ്പോൾ ഖാദിയുടെ കിളി അങ്ങനത്തെ ചെറിയ മൈൽഡായിട്ട് സിലിക്കോൺസ്, എല്ലാത്തിലും സിലിക്കോൺസ് ഉണ്ടെന്നാൽ കുറച്ച് അളവിലുള്ളതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ലോങ് ടേമിലോട്ട് നോക്കുമ്പോഴേക്കും. ഇനി അടുത്തത് എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കുറച്ച് ഹെയർ സിറംസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. നമ്മളുടെ ഹെയർ സ്മൂത്ത് ആക്കാനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഫസ്റ്റ് വൺ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം. ഇത് നിങ്ങളുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിനകത്തൊക്കെ കുറച്ചധികം കെമിക്കൽസ് ഉള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ട, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യണത് ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യേണ്ട, ഇപ്പോൾ വീക്ക്ലി വൺസോ ട്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെയറിൽ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സിറത്തിന് ഹീറ്റ് പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്. ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, കളർ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മുടെ മുടിക്ക് ആ ഒരു രീതിയിലുള്ള സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഹെയർ സിറമാണിത്. ഇനി അടുത്തത് ഏതൊക്കെ ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ഹെയർ സിറംസ് യൂസ് ചെയ്യാന്നുള്ളത് പറയാം. ആദ്യം തന്നെ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫൈനായിട്ടുള്ള ഹെയർ ആണ്, നല്ല ഇങ്ങനെ ഒതുങ്ങിയിട്ടുള്ള ചെറിയ കട്ടിയുള്ള മുടിയുള്ള ആളുകളാണ്, എപ്പോഴും ഇങ്ങനെ പതുങ്ങി കിടക്കുന്ന ഓയിലിനെസ് ഒക്കെ ഉള്ള അങ്ങനത്തെ രീതിയിൽ ഫൈൻ ഹെയർ ആണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ സിറംസ് യൂസ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴേക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹെയർ സിറംസ് തന്നെ യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഹെയർ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും, എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ലൈറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഹെയർ സിറം യൂസ് ചെയ്യുക. ഭയങ്കര തിക്കായിട്ടുള്ള സിറംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒതുങ്ങി ഒട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ബയോലാഷിൻ്റെ സിറം ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സിറം അത് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഒലാപ്ലെക്സിൻ്റെ ആ ഒരു ഓയിൽ സിറം ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്യാം, അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സ്ട്രെസ് എന്നല്ലേ പ്രൊണൗൺസ് ചെയ്യുക, അതിൻ്റെ സിറം നല്ലതാണ്, അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിറം ആണ്. പിന്നെ നിങ്ങൾക്ക് മറ്റേ ലോറിയലിൻ്റെ ടോട്ടൽ റിപ്പയർ റേഞ്ച് ഇല്ലേ, അതൊക്കെ
ഭയങ്കര ലൈറ്റാന്ന് തോന്നുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ലിവ് ഓൺ അതിൻ്റെ സിറം ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സിറംസ് ആണ്, ലൈറ്റ് വെയ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് പതുങ്ങിയിരിക്കില്ല, മുടി നന്നായിട്ട് ഒതുക്കി നല്ലൊരു ഡ്രസ്സായിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫൈൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കുക. ഇനി നിങ്ങളുടെ മുടി ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, കേളി ആയിട്ടുള്ള ഹെയർ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ കൈൻഡ് ഓഫ് സിറംസ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഹെവി തിക്ക് ആയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ മുടി, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ലൈറ്റ് ആയിട്ടുള്ള സിറം ഇടുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്, ഡ്രൈ ആയിട്ടുള്ള തിക്ക് കേളി ഹെയർ ഉള്ളവരുടെ മുടി ഒതുങ്ങിയിരിക്കുക, പിന്നെ പറന്നിരിക്കണതിനെ നമുക്കൊന്ന് ഒതുക്കുക എന്നുള്ളതല്ലേ നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഒതുക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഹെയർ സിറംസ് തന്നെ വേണം. എനിക്ക് യൂസ് ചെയ്തതിൽ തിക്കായിട്ട് തോന്നിയിട്ടുള്ളത് മൊറോക്കൺ ഓയിലില്ലേ, അതിൻ്റെ ഒറിജിനൽ വേരിയൻറ്റിലുള്ള സിറം ഉണ്ട്. അത് നല്ല തിക്കാണ്, നന്നായിട്ട് മുടീനെ നന്നായിട്ട് ഒതുക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ തിക്കാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് ടൂ മച്ച് ഓഫ് തിക്കായിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഇട്ടിട്ടുള്ള പോലെ ഒതുങ്ങിപ്പോവും. അപ്പം അത്ര ഒതുക്കൽ നമുക്ക് വേണ്ടല്ലോ, ഒരു രസമായിട്ട് ഒതുങ്ങിയിരിക്കുകയല്ലേ വേണ്ടത്. അപ്പം അതുകൊണ്ട് ആ സിറം മൊറോക്കൺ ഓയിലിൻ്റെ സിറം നല്ലതാണ്. പിന്നെ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സിറംസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ, അതായത് ഒരു ചെറിയൊരു വെറ്റായിട്ടിരിക്കില്ലേ, നമ്മൾ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ മുടിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ലിവ് ഇൻ കണ്ടീഷണർ യൂസ് ചെയ്യുക. അത് കുറച്ച് തിക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ മുടി ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ള കേളി ഹെയർ ആകുമ്പോഴേക്കും ക്രീം പ്രോഡക്റ്റ്സ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ആ ക്രീം പ്രോഡക്റ്റ് വളരെ കുറച്ച് മതിയിട്ട് ഒരുപാടൊന്നും യൂസ് ചെയ്യേണ്ട, കുറച്ച് എടുക്കുക, എന്നിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുടിക്ക് എന്താ പറയുക, മോയ്സ്ചറിനെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തും. ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്യാനും മുടിയിൽ ആ ഒരു മോയ്സ്ചറിനെ പിടിച്ച് നിർത്താനായിട്ട് പറ്റും. ഇനി എക്സ്ട്രാ എന്ന രീതിയിൽ നമ്മൾ മുടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി, കംപ്ലീറ്റ്ലി പറന്ന ഡ്രൈ ആവരുത്, കുറച്ച് വെറ്റ്നെസ് ഉണ്ടാവണം. എന്നാൽ നമ്മൾ ഈ ക്രീം ഇട്ടിട്ടുള്ളതിൻ്റെ ആ ക്രീം ഇട്ട് കഴിഞ്ഞാൽ ക്രീം ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ സിറംസ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടും, ഡബിൾ ആയിട്ട് നമ്മുടെ മുടി ഒതുങ്ങിയിരിക്കും. പക്ഷേ നിങ്ങൾ ഫൈൻ ഹെയർ ഉള്ളവർ ഇത് ട്രൈ ചെയ്യരുത്, മുടി ഒട്ടി പതിഞ്ഞ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രിസി ഹെയർ ആണ്, ഡ്രൈ ഹെയർ ആണ്, കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉള്ള ആളുകളാണ്, അതുപോലെ ഹെയറിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും സ്ട്രാൻസിലല്ലേ ഇടണേ, സ്ട്രാൻസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ട്, എന്നിട്ട് സിറംസ് യൂസ് ചെയ്തിട്ട് ഹെയർ ഫോൾ കൂടുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് എപ്പോഴൊക്കെ ഹെയർ ഫോൾ വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഈ മുടിയിൽ ഞാൻ കണ്ടീഷണർ പോലും യൂസ് ചെയ്യില്ല. എനിക്ക് കണ്ടീഷണർ വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കണ്ടീഷണർ ഇടുമ്പോൾ മുടി ഒരുപാട് പോണ പോലെ ഫീൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ കണ്ടീഷണറൊക്കെ ഇട്ടുമ്പോഴേക്കും മുടി ഒത്തിരി പോരണ പോലെ എനിക്ക് തോന്നും സിറംസ് യൂസ് ചെയ്താൽ. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഹെയർ ഫോൾ ഉള്ള ടൈമിൽ ഇതൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യരുത്. ഇനി അടുത്തത് നമുക്ക് ഹെയർ ഗ്രോത്ത് കാറ്റഗറിയിലുള്ള സിറത്തിനെ കുറിച്ചിട്ട് പറയാം. ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സിറം ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. ഞാൻ പക്ഷേ കണ്ടിന്യൂസ്ലി ഹെയർ സിറംസ് യൂസ് ചെയ്തിട്ടില്ല. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തതിൽ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിറംസ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ ഈ ഒരു വിഷ് കെയറിൻ്റെ ഈ സിറം, ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ള സിറമാണ്. ഈ ഒരു ഹെയർ സിറം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. പിന്നുള്ളത് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ഹെയർ സിറം, ഇതും അത്യാവശ്യം നല്ല ഹെയർ സിറം ആണ്, മുടി നന്നായിട്ട് കിളിർത്ത് വരാനായിട്ട് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഹെയർ സിറം ഒന്നും യൂസ് ചെയ്യേണ്ട, എന്നാലും ഹെയർ ഗ്രോത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി ഓയിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള റോസ്മേരി ഓയിലാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നന്നായിട്ട് റിസൾട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ വിഷ് കെയറിൻ്റെയും അതുപോലെ മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എല്ലാവരും ആദ്യമേ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല റിസൾട്ട് ഉണ്ടാവും, ചിലവർക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം, അതായത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ്മേരി ഒക്കെ യൂസ് ചെയ്താൽ ഡാൻഡ്രഫ് കുറയും. വിഷ് കെയറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് കുറയുന്നതാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഞാനൊന്നും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യും. അപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഹെയർ സിറംസ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഒരു പരിധി വരെ നല്ലതാണ്. നമ്മളുടെ മുടിയിൽ ആ ഒരു മോയ്സ്ചറിനെ ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരുപാട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സിറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോയ്സ്ചറിനെ ഓൾറെഡി ലോക്ക് ചെയ്തു, അതായത് നമ്മളിങ്ങനെ ഒരു ലെയറിൽ മോയ്സ്ചർ
അതായത് അകത്തുള്ള മോയ്സ്ചറിനെ വെളിയിലോട്ട് വിടത്തില്ല, അതുപോലെ വെളിയിലുള്ള മോയ്സ്ചറിനെ അകത്തോട്ടും വിടില്ല. നമ്മൾ അതുകൊണ്ട് എന്ത് സാധനം ഇതിൻ്റെ വെളിയിൽ ഇട്ട് കൊടുത്താലും അതിനകത്തോട്ട് കയറ്റി വിടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലീൻ ആക്കുക. ഈ ബിൽഡപ്പ് ക്ലീൻ ആക്കിയതിന് ശേഷം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ കറക്റ്റായിട്ട് ഷാമ്പൂ നിങ്ങൾ ഭയങ്കര നമ്മുടെ മുടിക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ജെൻറ്റലായിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുക. പക്ഷേ നിങ്ങളിങ്ങനെ എക്സ്ട്രാ കെയർ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇപ്പം മിക്ക കണ്ടീഷണേഴ്സിനകത്തും സിലിക്കോൺ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളുടെ മുടി ക്ലീൻ ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. മുടിയുടെ ആ ഒരു ഇല്ലെങ്കിൽ ബ്രേക്കേജ് ഒക്കെ വരും. അതായത് ഒരുപാട് ഇങ്ങനെ ബിൽഡപ്പ് ഫോം ചെയ്യുമ്പോഴേക്ക് ഇതിനൊന്ന് വെയിറ്റ് വരും. അതായത് മുടിയിലൊന്ന് വെയിറ്റ് വരുമ്പോൾ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഹെയർ സിറം യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. നമ്മുടെ മുടിക്ക് ഒരു എക്സ്ട്രാ കെയർ എന്ന രീതിയിൽ മുടീനെ ആ മോയ്സ്ചറിനെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.